കണ്ണൂർ ജില്ലയിൽ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നിരോധനാജ്ഞ. വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് നിരോധനാജ്ഞ. അനധികൃത ആൾക്കൂട്ടങ്ങളും പൊതുയോഗങ്ങളും നിരോധിച്ചതായി കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള 493 മൈക്രോ ഒബ്സർവർമാരെ നമ്മൾ പല ബൂത്തുകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ CCTV അടക്കമുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഈ വർഷത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 3 ഇലക്ഷനുകളായിട്ട് 100% വെബ്കാസ്റ്റിംഗ് ആണ് നമ്മുടെ ജില്ലയിലുണ്ടായിരുന്നത്. 100% വെബ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പോളിംഗ് ബൂത്തിന് ഉള്ളിലാണ് വെബ്കാസ്റ്റിങ്ങിൻ്റെ ഫീഡ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രാവശ്യം നമുക്ക് പുറത്ത് കൂടി ഒരു ക്യാമറയുണ്ട്. പോളിംഗ് സ്റ്റേഷന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൂടി അതിൽ വരും. അപ്പോൾ അവിടെ പുറത്ത് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 100 മീറ്ററിനുള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് CCTV ഫുട്ടേജിൽ വരികയും അത് DO തലത്തിലും RO തലത്തിലും ജില്ലാ ഇലക്ഷൻ ഓഫീസർ വരെ കളക്ടറും റിട്ടേണിംഗ് ഓഫീസർമാർ എന്നുള്ള രീതിയിൽ അതത് ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. ഒബ്സർവർമാരും ഈ കാര്യങ്ങളിൽ ഫീഡ് കിട്ടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ചുകൂടി കർശനമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ആണ് പോളിംഗ് സ്റ്റേഷന് ചുറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സഹകരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷന് ഉള്ളിലും പുറത്തും, ഉള്ളിൽ പോളിംഗിൻ്റെ കാര്യങ്ങൾ, പുറത്ത് ഈ ക്രൗഡിൻ്റെ ഭാഗമായിട്ടും അതേപോലെ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു സംയമനം അവർ പാലിക്കണമെന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 11,487 10,488 ഉദ്യോഗസ്ഥരാണ് നമുക്ക് പോളിംഗ് ഡ്യൂട്ടിക്കായിട്ടുള്ളത്. അവരുടെ മൊബൈൽ നമ്പറുകളിലേക്ക് ഇന്ന് ഈവനിങ് അവരുടെ ഡ്യൂട്ടി അതായത് നാളെ പുലർച്ചെയാണ് അവർക്ക് ഡ്യൂട്ടി കിട്ടുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഇവരുടെ ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള വെൽഫെയർ ആക്ടിവിറ്റികൾക്കും എല്ലാമുള്ള സജ്ജീകരണം അതത് റിട്ടേണിംഗ് ഓഫീസർമാർ അവരുടെ കേന്ദ്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്. ഓരോ മണ്ഡലത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സിനടുത്തുള്ള ഏതെങ്കിലും കോളേജോ അല്ലെങ്കിൽ സ്കൂളിലോ ആണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ ഉണ്ടാവുക. ഇവിടെയാണ് കമ്മീഷൻ കഴിഞ്ഞ മെഷീനുകൾ, അതായത് ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്ത മെഷീനുകൾ ഇപ്പോൾ കേന്ദ്രസേനയുടെ അടക്കം സുരക്ഷയോടുകൂടി ഉള്ളത്. അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ശേഷം അതായത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകും. തിരിച്ച് പോളിംഗ് കംപ്ലീറ്റ് ചെയ്ത സമയം അവിടേക്ക് തന്നെയാണ് തിരിച്ചു വരിക. അതിനുശേഷം ജില്ലാ അടിസ്ഥാനത്തിലുള്ള 3 കേന്ദ്രങ്ങളിലേക്ക്, കൗണ്ടിങ് സെൻറ്ററുകളുള്ള 3 കേന്ദ്രങ്ങളിലേക്ക് അത് പിന്നീട് ഡിസ്ട്രിബ്യൂഷനിലേക്ക് അവിടെ കൊണ്ടുപോയി അവിടെ വന്ന് സ്ട്രോങ് റൂമിലേക്ക് സേഫായിട്ട് വെക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ ആ കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 3 സ്ട്രോങ് റൂമുകളാണ് കൗണ്ടിങ് സെൻറ്ററിന് വേണ്ടിയിട്ട് ഉള്ളത്. ചാലയിലുള്ള ചിൻടെക്, അതേപോലെ തന്നെ തളിപ്പറമ്പിലുള്ള സർസൈഡ് സ്കൂൾ, അതേപോലെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ഈ 3 സ്ഥലങ്ങളാണ് നമുക്ക് സ്ട്രോങ് റൂമുകൾ ആയിട്ട് കൗണ്ടിങ്ങിന് വേണ്ടി ഉണ്ടാവുക. ഇവിടെ തന്നെയാണ് മെയ് 4-ാം തീയതി കൗണ്ടിങ്ങും ഉണ്ടാവും. അപ്പോൾ ചാലയിലുള്ള ചിൻടെക്കിൽ കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, മട്ടന്നൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലുള്ള വോട്ടിംഗ് മെഷീനുകളായിരിക്കും തിരിച്ചെത്തുക. അത് 9-ാം തീയതി രാത്രി അല്ലെങ്കിൽ 10-ാം തീയതി പുലർച്ചെയാണ് നമ്മളവിടെ മെഷീനിൽ തിരിച്ച് ഒബ്സർവർമാരുടെ കൂടി പ്രസൻസോടുകൂടി പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പ്രസൻസിൽ അത് സീൽ ചെയ്ത് കൗണ്ടിങ് വരെ അവിടെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. അതേപോലെ തളിപ്പറമ്പ്, കല്ലേശ്ശേരി, ഇരിക്കൂർ, പയ്യന്നൂർ, ഈ 4 മണ്ഡലങ്ങളിലെ മെഷീൻസ് വരും. തലശ്ശേരി, കൂത്തുപറമ്പിലെ മണ്ഡലങ്ങളിലെ മെഷീൻസ് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലായിരിക്കും വരുന്നത്. ഇവിടെ എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒബ്സർവർമാരുടെ അടക്കം നിർദ്ദേശത്തോടു കൂടി നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അത് വിസിറ്റ് ചെയ്ത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അറിയിച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഇപ്പോൾ ഇതുവരെയുള്ള വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളാണ്. അതായത് ഹോം വോട്ടിംഗ്, അതേപോലെ തന്നെ എസെൻഷ്യൽ സർവീസിൻ്റെ വോട്ടിംഗ് ഏകദേശം നമ്മൾ ജില്ലയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടായിരുന്ന ടീമുകളെല്ലാം തന്നെ ഫീൽഡുകളിൽ പോയി വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 19,276 അപേക്ഷകളാണ് നമുക്ക് ഹോം വോട്ടിംഗ് ലഭിച്ചത്. അതിൽ 97% ഇപ്പോൾ ഓൾറെഡി വോട്ടിംഗ് കഴിഞ്ഞു. വളരെ ചുരുക്കം ആളുകളുടെ വോട്ടിംഗാണ് ഇനി പെൻഡിംഗ് ഉള്ളൂ. അത് അവർ ചിലപ്പോൾ അത് റിട്ടേൺ ചെയ്താൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതേപോലെ എസെൻഷ്യൽ സർവീസ്, പ്രത്യേകിച്ച് പോലീസിൻ്റെ എസെൻഷ്യൽ സർവീസിന് ആണ് കൂടുതൽ വരുന്നത്. അവരുടെയും നമ്മൾ 97% വോട്ടിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടർ ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളവരാണ്. അതായത് കൗണ്ടിങ് സെൻറ്ററിലും മറ്റും ഡ്യൂട്ടി ഉള്ളവർ, അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉള്ളവർ, ഇങ്ങനെയുള്ളവരെയാണ്. അപ്പോൾ ഇന്നും നാളെയും ഈ വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്യും. മിക്ക ബാലറ്റ് പേപ്പറുകൾ, പ്രത്യേകിച്ച് മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള ബാലറ്റ് പേപ്പറുകളടക്കം ഇന്നലെ രാത്രിയാണ് നമുക്ക്